Hi friends, Explore with AJയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മുളന്തുരുത്തിയിലുള്ള വുൾഫ് ട്രെയിൽസിലാണ്. ഇന്ന് ഇവിടെ എക്സ്പൾസിൻ്റെ എക്സ്ട്രാക്സ് എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് നടക്കുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പൾസ് യൂസേഴ്സിന് ഈ ട്രാക്ക് എക്സ്പീരിയൻസ്, അതായത് നമ്മൾ റോട്ടിൽ ഓടിക്കുന്ന പോലെയല്ല ഒരു ഓഫ് റോഡ് ട്രാക്ക് ഓടിക്കുന്നത്. ആ ഓഫ് റോഡ് ട്രാക്കിൻ്റെ ഒരു ഫുൾ ഓൺ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ എക്സ്ട്രാക്സ് നമുക്ക് തരുന്നത്. എക്സ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവ്ലി ഒരു ഡേർട്ട് ബൈക്കാണ്. അത് ട്രാക്കിന് വേണ്ടി തന്നെ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു വെഹിക്കിളാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഓടിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 2 വാൽവ് കാർബറേറ്റർ വെഹിക്കിളാണ്. അതിനേലും ആക്ച്വലി 4 വാൽവിലേക്ക് വരുമ്പോൾ നല്ല പവർ ഉണ്ട്. നമുക്ക് കയറ്റമൊക്കെ എടുക്കുമ്പോഴാണെങ്കിലും നല്ല വണ്ടി നമ്മൾ ചെറുതായിട്ട് ത്രോട്ട് കൊടുക്കുമ്പോൾ കയറി നമുക്ക് പോകുന്നുണ്ട്. അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ അത്യാവശ്യം വണ്ടിക്ക് നല്ല ടോർക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ കേർവ്സ് ഒക്കെ എടുക്കുമ്പോഴാണെങ്കിലും നമുക്ക് ഇപ്പം എനിക്ക് അങ്ങനെ വലിയ ബാങ്കിങ് അങ്ങനെ കറക്റ്റായിട്ട് ടേൺ ഇട്ടെടുക്കാൻ അത്ര ആയിട്ടില്ല. അപ്പോൾ എന്നെപ്പോലെ ബിഗിനേഴ്സിനൊക്കെ വളരെ സുഖമായിട്ട് ട്രാക്കിൽ കൂടെ കൊണ്ടു നടക്കാൻ പറ്റും. വണ്ടിക്ക് വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര സുഖമാണ്. വണ്ടി ട്രാക്കാണെങ്കിലും ഓൺ റോഡ് ആണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും എനിക്ക് തോന്നിയില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഐദർ നമുക്ക് ഓൺലൈൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് സ്പോട്ട് രജിസ്ട്രേഷൻ ആയാലും ചെയ്യാം. ഇവിടെ ജസ്റ്റ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് കമ്പൽസറി ആണ്. ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഇസ് എവറിബഡി അബവ് 18 അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്ക് റൈഡിങ് ഗിയേഴ്സ് എല്ലാം ഇവിടുന്ന് തന്നെ തരും. നമ്മൾ ജീൻസ് ഇട്ട് വരിക, ഷൂ ഇടുക, പിന്നെ ഹെൽമെറ്റ് കൊണ്ടുവരിക. ഗ്ലൗ നിങ്ങൾക്ക് വേണം എന്നാണെങ്കിൽ നിങ്ങൾ ഗ്ലൗസ് കൊണ്ടുവരിക. ഗ്ലൗസ് ഇവർ തരുന്നില്ല. ജസ്റ്റ് ആം ഗാർഡ്, നീ ഗാർഡ്, ബാക്കി സംഭവങ്ങളൊക്കെ ഇവിടുന്ന് തരും. നമുക്ക് ഒരു ഫുൾ ഓൺ ഒരു ട്രാക്ക് എന്താണ്, നമുക്ക് സൈഡ് വാൾസ് ഉണ്ട്, ഡിച്ചസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഒരു ഓഫ് റോഡ് ട്രാക്കിൽ എന്തൊക്കെ വരുമോ അതെല്ലാം അവർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. എല്ലാ സേഫ്റ്റി പ്രിക്കോഷൻസും ഇവർ എടുത്തിട്ടുണ്ട്. നമ്മൾ ഓടിക്കുമ്പോഴാണേലും നമുക്ക് ലീഡ് ഓടിക്കാൻ ഒരാളുണ്ടാവും. പിന്നെ നമുക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ്, ഇപ്പോൾ ഓഫ് റോഡ് ഓടിച്ച് പരിചയമില്ലാത്തവർക്കാണെങ്കിൽ ഇത് ഇത്തിരി ഡിഫിക്കൽട്ടായിരിക്കും. കാരണം ഇവിടുത്തെ മണ്ണ് ലൂസ് മണ്ണ് പോലത്തെ സംഭവം ആയതുകൊണ്ട് ഇത് ഓടിക്കാൻ ഇച്ചിരി ഡിഫിക്കൽട്ടായിരിക്കും. പക്ഷേ അത് നമ്മൾ ഒന്നും വറി ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ വന്നാൽ മാത്രം മതി. ഇവിടെ എല്ലാ സൈഡിലും ഇവർ വോളണ്ടിയേഴ്സിനെ നിർത്തിയിട്ടുണ്ട്. നമ്മൾ വീഴോ സ്കിഡ് ആവുമോ നമുക്ക് പറ്റുന്നില്ല എന്ന് തോന്നുന്നു ഒക്കെ ചെയ്യുവാണെങ്കിൽ ഇവരുടെ ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഫുൾ ടൈം ഇവിടെ ഉണ്ട്. ഹീറോയുടെ ഇന്നത്തെ ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വെൽ കോർഡിനേറ്റഡ് ആയിട്ടാണ് നടത്തുന്നത്. ആദ്യമേ നമുക്ക് ഒരു റൈഡ് ബ്രീഫിംഗ് തരും. ആഫ്റ്റർ ഓൾ ദ രജിസ്ട്രേഷൻ പ്രോസസ്സസ് നമുക്ക് ഒരു നമ്പർ തരും, നമ്മുടെ ചെസ് നമ്പർ. ആ ചെസ് നമ്പർ പ്രകാരം ഇങ്ങനെ ബാച്ചസ് ആയിട്ട് 10 പേരുടെ ബാച്ചായിട്ട് നമ്മളെ ബ്രീഫിങ്ങിന് വേണ്ടിയിട്ട് വിളിക്കും. അപ്പോൾ ആ ബ്രീഫിങ്ങിൽ അവർ നമുക്ക് എല്ലാം പറഞ്ഞു തരും. നമ്മൾ എങ്ങനെ ഓരോ ഒബ്സ്റ്റക്കിളിനെയും ഫേസ് ചെയ്യണം, എങ്ങനെ നമ്മൾ അതിൽ കൂടെ എൻഡ്യൂർ ചെയ്ത് പോകണം, പിന്നെ ഫുൾ കാര്യങ്ങൾ, അതായത് ട്രാക്ക് എങ്ങനെയാണ് അവർ ലേ ഔട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഫുൾ ഐഡിയ അവർ നമുക്ക് തരും. അത് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. കാരണം ഫസ്റ്റ് ടൈമേഴ്സിനാണെങ്കിലും നമുക്ക് ഈ ട്രാക്ക് അറിയില്ലാത്തൊരു സ്ഥലമാണല്ലോ, നമുക്കൊരു ഐഡിയ കിട്ടും നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കോർഡിനേറ്റഡ്. അതായത് ഇപ്പോൾ ബ്രീഫിങ് കഴിഞ്ഞിട്ട് നമ്മളെ റൈഡ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നതും പിന്നെ ആ ഒരു സീക്വൻസിങ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് റിയലി ഗുഡ്. ഭയങ്കര വലിയൊരു ഹാറ്റ്സ് ഓഫ് ടു എൻറ്റയർ ടീം ഓഫ് ഹീറോ മോട്ടോകോപ്പ്. അവർ നല്ല രീതിയിൽ ഈ ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇത് കേരളത്തിൽ മാത്രമല്ല ഓൾ ഇന്ത്യ ഉള്ള ഇവൻ്റാണ്. സോ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇങ്ങനെ ഒരു പേര് കേൾക്കുവാണെങ്കിൽ ഡു ഗോ ആൻഡ് ടേക്ക് ദിസ് എക്സ്പീരിയൻസ്. ഇന്നിവിടെ വരാൻ പറ്റിയതും ഇതൊരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ്. എവിടെയായാലും നിങ്ങൾ എക്സ്ട്രാക്സ് ആർക്കെങ്കിലും അങ്ങനെ പോകാനായിട്ടൊരു ചാൻസ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ പോയി ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ എടുക്കണം. കാരണം നമ്മൾ എല്ലാ ദിവസവും പല സ്ഥലങ്ങളിലേക്ക് പോകുന്നവരാണ്. പക്ഷേ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇത് വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ സാധിക്കുന്നവരെല്ലാവരും ഈ ഇവൻറ്റിന് ഇനി പറ്റുവാണെങ്കിൽ പോവുക. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്.
this is AJ signing off.